So dear students, now we will study an important application of artificial intelligence in detail. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ബേസിക്സ് ഓഫ് എ ഐ കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതലും സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇനി അങ്ങോട്ട് ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റംസ് അഥവാ KBES. KBES എന്ന് പറഞ്ഞാൽ നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം എന്നാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി ഒരു എക്സ്പേർട്ട് സിസ്റ്റം എന്താണെന്ന് ഞാൻ ആപ്ലിക്കേഷൻസ് ഓഫ് എ ഐയിൽ പറഞ്ഞു. ഓക്കെ, ദ നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം ഈസ് ദ ഫസ്റ്റ് റിയലൈസേഷൻ ഓഫ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് AI ഇൻ ദ ഫോം ഓഫ് എ സോഫ്റ്റ്വെയർ ടെക്നോളജി. ഒരു സോഫ്റ്റ്വെയറിൻ്റെ രൂപത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം ആദ്യം ഉണ്ടാക്കുന്നത് ഒരു നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റമാണ്. അപ്പോൾ എക്സ്പേർട്ട് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾ കണ്ടു, ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഹയർ ലെവൽ ഓഫ് പ്രോബ്ലം സോൾവിങ് അച്ചീവ് ചെയ്യാം. കാരണം ഈ സോഫ്റ്റ്വെയറിനകത്ത് നോളജ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ നോളജിനെ പ്രോസസ്സ് ചെയ്ത് ഇൻ്റലിജൻസ് കൊണ്ടുവന്നിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ ഒക്കും എന്ന് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ KBES ഈസ് എ സോഫ്റ്റ്വെയർ which is the first realization of AI research. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ പ്രോഡക്റ്റാണ്, സോഫ്റ്റ്വെയർ പ്രോഡക്റ്റാണ് എക്സ്പേർട്ട് സിസ്റ്റം. അതിനെ സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്നത് നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം. കാരണം ഈ എക്സ്പേർട്ട് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ കാതലായ ഭാഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന നോളജാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് പണ്ട് ഡാറ്റാബേസ് എന്ന് വിളിക്കുന്നത് പോലെ നോളജ് ബേസ് എന്നാണ് വിളിക്കുന്നത്. ഡാറ്റാബേസ് എന്നല്ല പറയുന്നത്. കാരണം എന്താ, ഡാറ്റ അല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നത്, നോളജാണ് ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ നോളജിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് പ്രോബ്ലം സോൾവിങ് സാധ്യമാകുന്നത്. KBES are computer programs designed to act as an expert to solve a problem in a particular domain. ഇതാണ് ഡെഫിനിഷൻ. ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് എഴുതാം. ഒരു എക്സ്പേർട്ട് സിസ്റ്റം അഥവാ നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. അപ്പോഴേ അത് സോഫ്റ്റ്വെയർ ആയി. ദേ ആർ സോഫ്റ്റ്വെയർസ് ഓർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഡിസൈൻഡ് ടു ആക്ട് ആസ് ആൻ എക്സ്പെർട്ട്. ഒരു എക്സ്പെർട്ടിന് പകരക്കാരനായിട്ട് നിലകൊള്ളാൻ സാധ്യമാകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്തിനാണ് അത് നിലകൊള്ളുന്നത്? ടു സോൾവ് എ പ്രോബ്ലം ഇൻ എ പർട്ടിക്കുലർ ഡൊമെയിൻ. ഒരു പർട്ടിക്കുലർ ഡൊമെയിനിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ KBES നിർമ്മിക്കുന്നത്. അല്ലാതെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് സോഫ്റ്റ്വെയർ ഉണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം ഓരോ പർട്ടിക്കുലർ ഡൊമെയിനാണ്, ഒരു ഏരിയ ആണ്. അവിടെ മാത്രം വരുന്ന പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ മാത്രമേ ഓരോ തരത്തിലുള്ള എക്സ്പേർട്ട് സിസ്റ്റവും ചെയ്യാനൊക്കെ. അല്ലാതെ ജനറലി എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് സിസ്റ്റവും ഇല്ല. The program uses the knowledge of the domain coded in it and a specified control strategy to arrive at solutions. ഇപ്പോൾ ഈ പറയുന്ന എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നോളജ് ബേസ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ പ്രോഗ്രാം പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന നോളജുമായിട്ടുള്ള ഇൻറ്ററാക്ഷനാണ്. ഈ പ്രോഗ്രാമിലെ കോഡ് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റാബേസിന് പകരമായിട്ടുള്ള നോളജ് ബേസുമായിട്ട് നിരന്തരം ഇൻറ്ററാക്ട് ചെയ്യുക, യൂസിങ് പ്രോപ്പർ കൺട്രോൾ, നല്ല കൺട്രോള് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻസ് വഴി അതിൽ കോഡ് ചെയ്ത നോളജ്. കോഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, നമ്മൾ സാധാരണ ബ്രെയിനിൽ നോളജ് എങ്ങനെ സ്റ്റോർ ചെയ്തതെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. നമ്മുടെ ബ്രെയിനിൽ അറിവ് ഇരിപ്പുണ്ടെന്ന് അറിയാം, ഏത് ഫോമിലാണെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ ഡാറ്റാബേസിന് പകരം നോളജ് ബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡൊമെയിൻ സ്പെസിഫിക് നോളജുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് പ്രോപ്പർ കൺട്രോളിലൂടെ ഉത്തരങ്ങളിലേക്ക് എത്തുന്ന ഒന്നാണ് KBES എന്ന് പറയുന്നത്. അങ്ങനെ സൊല്യൂഷൻസിലേക്ക് എത്തും. ആസ് നോളജ് ബേസ് ഫോംസ് ദ ഇൻ്റഗ്രൽ part of the expert systems, they are often known as knowledge based expert systems, and these terms are used interchangeably. എക്സ്പേർട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നതിന് പകരം നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം എന്നും പലപ്പോഴും പല ലിറ്ററേച്ചർ വിളിക്കും. കാരണം നോളജ് ബേസ് ആണല്ലോ ഇതിൻ്റെ കാതലായ ഭാഗം. അതുകൊണ്ടാണ് ഈ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ്പേർട്ട് സിസ്റ്റം ഈസ് നോട്ട് കോൾഡ് എ പ്രോഗ്രാം. ഒരു എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പ്രോഗ്രാം അല്ല, പക്ഷേ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാം, ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ.
It is a software system which encompasses several different components such as knowledge base, inference mechanisms, explanation facility, etc. ഒരു എക്സ്പേർട്ട് സിസ്റ്റം നമ്മൾ എടുത്ത് അത് പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു എക്സ്പേർട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ നിങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് പല ഘടകങ്ങളാണ് ഉള്ളത്, പല കമ്പോണൻസ് ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് നോളജ് ബേസ് തന്നെയാണ്. നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ ഡാറ്റാബേസ് എങ്ങനെ നിൽക്കുന്നോ അതേപോലെ നോളജ് ബേസ് ഉണ്ട്. പിന്നെ ചില പ്രത്യേക തരം പ്രോഗ്രാം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കണക്കുള്ള ഇൻഫറൻസ് മെക്കാനിസം, അതായത് റീസൺ ചെയ്ത് സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്ന പ്രോഗ്രാം കമ്പോണൻറ്റ്, അതിനെയാണ് ഇൻഫറൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. പിന്നെ എക്സ്പ്ലനേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ വൺസ് തീരുമാനം പ്രോസസ്സ് ചെയ്തെടുത്തിട്ട് അത് വ്യക്തികളോട് തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അത് വോയിസിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ എഴുതി കാണിക്കുന്ന രീതിയിലോ എക്സ്പ്ലനേഷൻസ് കൊടുക്കണം ഡിസിഷൻ എടുത്തിട്ട്. ഇതെല്ലാം അടങ്ങുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എക്സ്പേർട്ട് സിസ്റ്റം അഥവാ KBS എന്ന് പറയുന്നത്. All these components interact together in simulating the problem solving process by an acknowledged expert of a domain. എങ്ങനെയാണോ ഒരു പർട്ടിക്കുലർ ഡൊമൈനിലെ ഒരു അംഗീകരിക്കപ്പെട്ട ഒരു എക്സ്പെർട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ഉത്തരം തരുന്നത്, അതുപോലെ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇതിനകത്ത് പല ഘടകങ്ങൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് ഒരു തിങ്കിങ് പ്രോസസ്സ് മനുഷ്യൻ്റെ ബ്രെയിനിൽ എങ്ങനെയാണോ നടക്കുന്നത് അതേപോലുള്ള ഒരു തിങ്കിങ് പ്രോസസ്സ് ആർട്ടിഫിഷ്യലായിട്ട് സിസ്റ്റത്തിനകത്ത് നടക്കുന്നതായിട്ടുള്ള ഒരു പ്രതീതി നടത്തി സൊല്യൂഷൻ കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു ഡോക്ടറുടെ മുന്നിലോട്ട് പോവുകയാണ്, നിങ്ങൾക്ക് തൊണ്ടവേദനയും അതുപോലെ തന്നെ ചുമയുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ ആ സിംറ്റംസ് കൊടുക്കും, ഡോക്ടർ ചോദ്യങ്ങൾ ചോദിക്കും, ഫർദറായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കൊടുക്കും, അവസാനം ആ ഡോക്ടർ കൺക്ലൂഡ് ചെയ്യും നിങ്ങളുടെ അസുഖം ഇന്നതാണ്, അയാൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. ഇതാണല്ലോ. അപ്പോൾ ഈ ഡോക്ടർ കിട്ടുന്ന ഉത്തരങ്ങളിൽ നിന്ന് അയാളുടെ ബ്രെയിൻ ചിന്തിച്ചിട്ടാണ് ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഈ രോഗിക്ക് എന്ത് അസുഖമാണ്, വൈറൽ ഫീവർ ആണോ അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതേപോലുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് ഈ സോഫ്റ്റ്വെയർ യൂസറിൽ നിന്ന് പല രൂപത്തിലും ഇൻപുട്ട് ലഭിച്ചതിന് ശേഷം ഇൻറ്റേർണലായിട്ട് വർക്ക് ചെയ്ത് തരുന്നത്. ഓക്കെ, ആൻ എക്സ്പേർട്ട് സിസ്റ്റം ഈസ് നോളജ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം. ഇനി മറ്റൊരു പേരുണ്ട്, നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത് പോലെ തന്നെ നമുക്ക് പറയാം നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം ഓർ എക്സ്പേർട്ട് സിസ്റ്റം ഈസ് എ ടൈപ്പ് ഓഫ് നോളജ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം. ഒരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട ടൈപ്പാണ് നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, നൗ ഇറ്റ് ഈസ് ട്രഡീഷണൽ ആപ്ലിക്കേഷൻ ഓർ സബ് ഫീൽഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പല ബ്രാഞ്ചസിനകത്ത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ബ്രാഞ്ചായിട്ട് മാറിയിരിക്കുകയാണ് എക്സ്പേർട്ട് സിസ്റ്റം ബ്രാഞ്ച്, അല്ലെങ്കിൽ അതൊരു ആപ്ലിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ ഈ സോഫ്റ്റ്വെയർ സിസ്റ്റം എന്താ ചെയ്യുന്നത്, ഒരു എക്സ്പെർട്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വളരെ പ്രഗത്ഭരായ എക്സ്പേർട്സ് ചേർന്ന് ഒരു പ്രോബ്ലത്തെ സമീപിച്ച് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് പോലെ പെരുമാറുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പറയുന്ന എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ നോളജ് ബേസ് ആണ്. നോളജ് ബേസ് കണ്ടെയ്ൻസ് ദ ഡൊമെയിൻ സ്പെസിഫിക് നോളജ് റിക്വയർഡ് ടു സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ കാതലായ ഭാഗം നോളജ് ബേസ് ആണ്, അതുകൊണ്ടാണ് അതിനെ നോളജ് ബേസ്ഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ നോളജ് ബേസിലാണ് ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ ആവശ്യമായ സകല അറിവുകളും സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, അതിനെയാണ് നോളജ് ബേസ് എന്ന് പറയുന്നത്. ഇനി ഒരു നോളജ് ബേസിലേക്ക് നോളജ് കൊണ്ടുപോയി കളക്ട് ചെയ്ത് കോഡിഫൈ ചെയ്ത് സൂക്ഷിച്ചു വെക്കണമല്ലോ, അതിന് വിളിക്കുന്ന പേരാണ് നോളജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഗ്യാതറിംഗ് ദാറ്റ് നോളജ് ഫ്രം ദ SME എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ട് ആൻഡ് കോഡിഫൈയിങ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ ഫോർമലിസം ഈസ് കോൾഡ് നോളജ് എഞ്ചിനീയറിംഗ്. അതായത് മനുഷ്യൻ്റെ ബ്രെയിനിലിരിക്കുന്ന അറിവുകൾ എല്ലാം ഗ്യാദർ ചെയ്തെടുത്ത് അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് കൺവെർട്ട് ചെയ്ത് കോഡ് ചെയ്ത് സോഫ്റ്റ്വെയറിനകത്തെ ഒരു കമ്പോണൻ്റ് ആയിട്ട് നിലനിർത്തുക. ഈ പ്രോസസ്സിനെയാണ് നോളജ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു നോളജ് എഞ്ചിനീയർ ആണ് ഈ ജോലി ചെയ്യുന്നത്. ഹു ഈസ് എ നോളജ് എഞ്ചിനീയർ? ദ നോളജ് എഞ്ചിനീയർ ഈസ് കേപ്പബിൾ ടു
ഇൻ്ററാക്ട് വിത്ത് വൺ ഓർ മോർ എക്സ്പേർട്സ്, നല്ല പ്രഗത്ഭരായിട്ടുള്ള ആ ഡൊമെയിനിലുള്ള ആൾക്കാരുമായിട്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരിൽ നിന്നുള്ള അറിവുകളെല്ലാം ഗ്യാദർ ചെയ്ത് കൊണ്ടുവന്ന് അതിനെ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റി കോഡ് ചെയ്ത് കൊണ്ടുപോയി നോളജ് ബേസ് നിർമ്മിക്കുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് നോളജ് എഞ്ചിനീയർ. ആ പ്രോസസ്സിന് പറയുന്ന പേര് നോളജ് എഞ്ചിനീയറിംഗ് എന്നാണ്. ഓക്കെ, SME എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് മാറ്റർ എക്സ്പെർട്ട്. നോളജ് ബേസ് ഈസ് ക്രിയേറ്റഡ് ബൈ നോളജ് എഞ്ചിനീയർ. അപ്പോൾ ആരാണ് നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു സോഫ്റ്റ്വെയർ നിർമ്മാണത്തിന് നമ്മൾ സാധാരണ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് നമുക്ക് ഡാറ്റാബേസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഡാറ്റാബേസ് ഡിസൈനർ ആണ് ഡാറ്റാബേസ് ഉണ്ടാക്കുന്നത്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയറിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ അവരെ പ്രത്യേക പേരിലാണ് അറിയപ്പെടുന്നത്. നോളജ് എഞ്ചിനീയർ ആണ് നോളജ് ബേസ് നിർമ്മിക്കുന്നത്. ഹി കണ്ടക്ട്സ് എ സീരീസ് ഓഫ് ഇൻ്റർവ്യൂസ് വിത്ത് ദ എക്സ്പെർട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സ്പെർട്ടിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്നോ അതിൽ കൂടുതലോ എക്സ്പേർട്സിനെ, ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിൽ തന്നെ 5 ഡോക്ടർമാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം. എന്നിട്ട് ആ സോഫ്റ്റ്വെയർ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആക്കി മാറ്റാം, മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ് എക്സ്പെർട്ട് സിസ്റ്റം. ഓക്കെ, അപ്പോൾ യു ഹാവ് ടു ഇൻ്ററാക്ട് ത്രൂ ഇൻ്റർവ്യൂസ്. എന്നിട്ട് ഈ ഇൻ്റർവ്യൂ നടത്തി അവരിൽ നിന്ന് കിട്ടുന്ന നോളജിനെ എന്താക്കി മാറ്റണം? ഓർഗനൈസ് into a form that can be directly used inside the system. ആ കളക്ട് ചെയ്യുന്ന നോളജിനെ കൊണ്ടുവന്നിട്ട് അത് മോഡിഫൈ ചെയ്ത് ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്ത് കോഡ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് നോളജ് ബേസ് ആവുന്നത്. ഈ പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രക്രിയ ചെയ്യുന്ന ആളാണ് നോളജ് എഞ്ചിനീയർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറേക്കായും 10 മടങ്ങ് ശമ്പളം കിട്ടുന്ന ഒരു ജോബാണ് നോളജ് എഞ്ചിനീയർ. ഓക്കെ, നോളജ് എഞ്ചിനീയർ ഹാസ് ടു ഹാവ് ദ നോളജ് ഓഫ് KBS ടെക്നോളജി. അപ്പോൾ എക്സ്പെർട്ട് സിസ്റ്റം ടെക്നോളജിയെക്കുറിച്ച് നല്ല അറിവുള്ള ആളായിരിക്കണം നോളജ് എഞ്ചിനീയർ. ഹി ഷുഡ് ഓൾസോ നോ ഹൗ ടു ഡെവലപ്പ് ആൻ എക്സ്പെർട്ട് സിസ്റ്റം യൂസിങ് എ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നോളജ് ബേസ്ഡ് സിസ്റ്റംസ് നിർമ്മിക്കാനായിട്ട് പ്രാവീണ്യം കിട്ടിയ വ്യക്തിയായിരിക്കണം നോളജ് എഞ്ചിനീയർ. വെറുതെ ഇൻ്റർവ്യൂ മാത്രം നടത്താൻ പറഞ്ഞാൽ പോരാ. ആ സോഫ്റ്റ്വെയർ എങ്ങനെ ആർക്കിടെക്ചർ ചെയ്യണം, എങ്ങനെ നിർമ്മിക്കണം, എങ്ങനെ കോഡ് ചെയ്യണമെന്നുള്ള നല്ല അറിവ് കിട്ടുന്ന ഒരു വ്യക്തിയാണ് നോളജ്. അത് ഒരാളാവണമെന്നില്ല, ഒരു ടീം ഓഫ് എഞ്ചിനീയേഴ്സ് ആയിരിക്കും സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത്, നോളജ് എഞ്ചിനീയേഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് നോളജ് എഞ്ചിനീയേഴ്സ് ബി പ്രൊഫിഷ്യൻറ്റ് ഇൻ ദ ഡൊമെയിൻ ഇൻ വിച്ച് എക്സ്പെർട്ട് സിസ്റ്റം ഈസ് ബീങ് ഡെവലപ്ഡ്. നമ്മൾ സമീപിക്കുന്ന ഡൊമെയിനെ കുറിച്ച് ഡോക്ടറുടെ കണക്ക് അതേ കണക്ക് അറിവ് ഉണ്ടാവണമെന്നില്ല. ഒരുവിധം മിനിമം നോളജ് ഉണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ ഡോക്ടർ തന്നെ ആയിരിക്കണം നോളജ് എഞ്ചിനീയർ എന്നില്ല. അപ്പോൾ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന നോളജ് എഞ്ചിനീയർ ഡോക്ടർ തന്നെ ആവണമെന്നില്ല. പക്ഷേ ആ ഫീൽഡിനെ കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം. പക്ഷേ അയാൾക്ക് പ്രോഗ്രാമിംഗ് നന്നായിട്ട് അറിയണം, പിന്നെ എക്സ്പെർട്ട് സിസ്റ്റം ഡിസൈനിങ്ങും അതിൻ്റെ സ്ട്രക്ചറിങ്ങും നിർമ്മാണവും ഒക്കെ അറിഞ്ഞിരിക്കണം. പക്ഷേ ആ ഡൊമെയിനിലെ എക്സ്പെർട്ട് ആവണമെന്നില്ല, ഡോക്ടർ ആവണമെന്നില്ല, ഉദാഹരണം പറഞ്ഞു. But a general knowledge and familiarity with the key terms used in the domain is always desirable. അപ്പോൾ ഹൂ ഈസ് നോളജ് എഞ്ചിനീയർ, വാട്ട് ആർ ഹിസ് കേപ്പബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്നതെല്ലാം അതിനകത്ത് വരും. അതായത് ഒരു നോളജ് എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെമിലിയാരിറ്റി അറിയണം ആ ഡൊമെയിനെ കുറിച്ച്. ഡീപ്പ് നോളജ് ഇല്ലെങ്കിലും അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ടേംസിനെ കുറിച്ചും ഡൊമെയിൻസിനെ കുറിച്ചും ഒക്കെ ധാരണയുണ്ടെങ്കിലേ ഈ പറയുന്ന എക്സ്പേർട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ ഒക്കും. This will not only help better understanding the domain knowledge, but will also reduce the communication gap between the knowledge engineer and the subject matter expert. അപ്പോൾ സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ടുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആ ഡൊമെയിനെ കുറിച്ച് ഏകദേശം നോളജ് ഉണ്ടെങ്കിൽ, ഡോക്ടർ ആവണമെന്നൊന്നും നിർബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും അതിനെക്കുറിച്ചൊരു നല്ല സ്റ്റഡി നടത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അയാൾ പറയുന്നത് ഇയാൾ മനസ്സിലാക്കുന്നതും തമ്മിലുള്ള ഗ്യാപ്പ് ഒരിക്കലും ഉണ്ടാവത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ് ഒരു നോളജ് എഞ്ചിനീയർ ഡൊമെയിനിലെ പ്രധാനപ്പെട്ട ടേംസും കൺസെപ്റ്റ്സും മനസ്സിലാക്കിയാൽ ഉള്ളത്. Now, before deciding on the structure of the knowledge base, the knowledge engineer should have a clear idea of the different knowledge representations or schemes and the suitability of each under different circumstances. ഇനി അടുത്ത ചുമതല എന്താ? ഈ പറയുന്ന നോളജ് എല്ലാം എക്സ്പെർട്ടിൽ നിന്ന് ഗ്യാദർ ചെയ്തു ഈ വ്യക്തി, ഈ നോളജ് എഞ്ചിനീയർ. ഇനി അയാൾ ചെയ്യേണ്ടത് ഇത് കോഡിഫൈ ചെയ്ത് മാറ്റണം. കോഡിഫൈ ചെയ്ത് മാറ്റുന്നതിന് 2-3 പ്രക്രിയകളുണ്ട്. ഒന്ന്, ഇയാൾ കളക്ട് ചെയ്ത നോളജിനെ ആദ്യം ഒരു പ്രത്യേക രീതിയിലുള്ള ഫോമിലേക്ക് ഇത് റെപ്രസെൻറ്റ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണോ ഡാറ്റ ഫ്ലോ ഡയഗ്രമോ അല്ലെങ്കിൽ UML ഡയഗ്രംസോ ഉപയോഗിച്ച് അതിൻ്റെ ഡിസൈൻ വരയ്ക്കുന്നത്, അതുപോലെ കളക്ട് ചെയ്ത നോളജിനെ ഒരു പ്രത്യേക തരം നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീം ഉപയോഗിച്ച് ഇയാൾ എന്ത് ചെയ്യണം? മോഡൽ ചെയ്യണം.
എന്നിട്ടാണ് അതിൻ്റെ കോഡിങ്ങിലേക്ക് പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്നത്? ഡാറ്റാബേസ് ഏതൊക്കെ വേണം, ഏതൊക്കെ ടേബിൾ വേണം, റിലേഷൻഷിപ്പ് എന്താണ്, അതിൻ്റെ ബേസിക് സ്ട്രക്ചറും ഒക്കെ വരച്ച് പേപ്പറിനകത്ത് വരയ്ക്കും. എന്നിട്ടാണ് ഈ മാപ്പ് ഉപയോഗിച്ച് നമ്മൾ SQL ഉപയോഗിച്ച് ഇതിൻ്റെ ഡാറ്റാബേസ് നിർമ്മിക്കുന്നത്. അതേപോലെ നോളജ് ഗ്യാദർ ചെയ്തതിന് ശേഷം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീം ഉപയോഗിച്ച് വേണം ഈ കൺവേർഷൻ പ്രോസസ്സ് ആരംഭിക്കേണ്ടുന്നത്. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത നോളജിനെ അടുത്ത സ്റ്റെപ്പിൽ കോഡ് ചെയ്ത് മാറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്കീംസ് അവൈലബിൾ ആണ്. അതിലെ ഏറ്റവും ബെസ്റ്റ് സ്കീം ഏതാണെന്നുള്ള തീരുമാനം നോളജ് എഞ്ചിനീയർ എടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നോളജ് എഞ്ചിനീയറിൻ്റെ കേപ്പബിലിറ്റി പറയുമ്പോൾ ഹീ ഷുഡ് ഹാവ് ഗുഡ് നോളജ് അബൌട്ട് ദ വേരിയസ് നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീം അല്ലെങ്കിൽ നോളജ് റെപ്രസെൻറ്റേഷൻ മോഡൽസ് എന്ന് പറയുന്നത്. നമ്മൾ ER ഡയഗ്രാം ചിലപ്പം വരയ്ക്കും, ചിലർ UML ഡയഗ്രാംസ് വരയ്ക്കും. ഏറ്റവും ബെസ്റ്റ് എന്താണോ ഡിസൈൻ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉതകുന്നത് അത് ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നത് പോലെ. ഓക്കെ, ദാറ്റ്സ് ഓൾ.